ശ്രീ ശ്രീ രവിശങ്കർജി എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ മെയിൻ ആശ്രമമാണ് ഇത്. ബാംഗ്ലൂരുള്ള വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഒരുപാട് ആളുകൾ വരുന്ന ആശ്രമമാണ്. വലിയ ആശ്രമമാണ്. മെയിനായിട്ടും ഇവിടെ യോഗ, അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ, പല ഏജ് ഗ്രൂപ്പുള്ള വിദ്യാർത്ഥികൾ, സ്കൂള് എല്ലാം ഉണ്ട്. ഈ കാണുന്നതാണ് വിശാലാക്ഷി മണ്ഡപം. 5 നിലയുള്ള ഇതിനകത്ത് വലിയ ഹാളാണ്. യോഗ ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യാനും എല്ലാം പറ്റിയ വലിയ ഹാളാണ്. വളരെ രസമാണ് കാണാൻ. ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട് റിലാക്സേഷന് വേണ്ടി. അപ്പോൾ നമ്മൾ പണ്ട് പോയപ്പോഴാണെങ്കിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അന്ന് മീറ്റിംഗ് നടക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ ഇത്രയും പേരെല്ലാം അക്കോമഡേറ്റ് ചെയ്യാനുള്ള പ്ലേസ് ഇതിനകത്തുണ്ട്. ഇവിടെ തന്നെ ദേവിയുടെ വലിയൊരു അമ്പലവുമുണ്ട്. വളരെ ദൂരെ നിന്നും വരുന്ന ആളുകൾക്കൊക്കെ ഇവിടെ താമസിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ, പണ്ട് അത് ഫ്രീ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് പൈസ അടയ്ക്കണം. പിന്നെ ആണെങ്കിൽ അംഗത്വം എടുത്തിരിക്കണം. അതിന് ഉള്ള ഇതൊക്കെ ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ചെങ്കിലേ ഇപ്പോൾ റൂം കൊടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് പ്രത്യേകമായിട്ടാണ് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. വേദപാഠശാല, പഞ്ചകർമ്മ കേന്ദ്രം, ഇതൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകത്തില്ലേ അവയൊക്കെ എന്തിനുള്ളതാണെന്ന്. അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. വലിയൊരു കോംപ്ലക്സ് തന്നെ അന്നദാനത്തിനായിട്ടുണ്ട്. ഇവിടെ വിളമ്പുന്ന ഭക്ഷണവും സ്വാത്വികമായിട്ടുള്ള ആ രീതിയിലുള്ള ഭക്ഷണമാണ്. ഇതാണ് ഇതിൻ്റെ താഴത്തെ നിലയിലാണ് ഈ അന്നദാനം നടക്കുന്നത്. അതാണ് ഭക്ഷണം. പിന്നെ ഇത് ഗുരുകുലമാണ്. ഇവിടുത്തെ ഗോശാലയിലാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള പശുക്കളെ സംരക്ഷിച്ച് വളർത്തുന്നുണ്ട്. അത് അന്യം നിന്ന് പോകേണ്ടതൊക്കെ രീതിയിലുള്ള പശുക്കളെയെല്ലാം സംരക്ഷിച്ച് വളർത്തുന്നുണ്ട്. വലിയൊരു തടാകവും പൂന്തോട്ടവും പല പേരിലുള്ള വനങ്ങളുമുണ്ട്. വന സംരക്ഷണവും ഇവിടെയുണ്ട്. ഇത് ചുറ്റും ഇങ്ങനെ വനമാണ്. അത് മൊത്തം പല പേരുകളിലായിട്ട് വനങ്ങളുണ്ട്. ഗോശാലയിലോട്ട് എപ്പോഴും അനുവദിക്കത്തില്ല. പിന്നെ വേദപാഠശാലയിലോട്ട് നമ്മൾ പോകണമെങ്കിൽ പാസ്സൊക്കെ വേണം. മിക്കവാറും ദിവസം ടൈമിങ്സ് രാവിലെ 9 തൊട്ട് 7 വരെ ആയിരിക്കും. ബാംഗ്ലൂരിൽ നിന്നും കനകാപുരത്തേക്ക് പോകാൻ എപ്പോൾ നല്ല യാത്രാ സൗകര്യമുണ്ട്. ശാന്തവും സുന്ദരവും.